ഹായ്, ഇന്ന് നമുക്ക് ബോഡെ പ്ലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദ ബോഡെ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഒബ്റ്റെയിൻ ഗെയിൻ ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസീസ്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് 0.4 എസ് ഇൻറ്റു 1 പ്ലസ് 0.1 എസ്. ബോഡെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്ലോട്ട് വരയ്ക്കണം, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും. ഈ ബോഡെ പ്ലോട്ട് വരയ്ക്കുന്നത് ഒരു സെമി ലോഗ് ഗ്രാഫിനകത്തായിരിക്കും. ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, അതിനെയാണ് ബോഡെ ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ബോഡെ ഡയഗ്രാം വരയ്ക്കണം, അതോടൊപ്പം തന്നെ ഗെയിൻ ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് ടി എസ് എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് ഡിനോമിനേറ്ററിൽ കാണുന്ന ടേംസുകൾ 1 പ്ലസ് ടി എസ് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ 1 പ്ലസ് ടി ഇവിടെ 0.4 ആണ്, ഇവിടുത്തെ കേസിൽ 0.1 ആണ്. ഇവിടെ ഇതിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പോട്ട് എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ ഇൻ ദ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്കും ഫേസ് പ്ലോട്ടിലേക്കും പോകുന്നത്. ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്താണെന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കോണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഒരു മാഗ്നിറ്റ്യൂഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ മാഗ്നിറ്റ്യൂഡ് ടേബിളിൽ ഉള്ള വാല്യൂസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെമി ലോ ഗ്രാഫിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം എസ് ഇസ് ഈക്വൽ സ്റ്റാൻഡേർഡ് ഫോം 1 പ്ലസ് ടി എസ് എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ. എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോർണർ ഫ്രീക്വൻസീസ് കാണാൻ വേണ്ടിയിട്ട് ഓരോ ടേമിനും കോർണർ ഫ്രീക്വൻസീസ് കാണണം. കോർണർ ഫ്രീക്വൻസി എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം, അതായത് 1 പ്ലസ് ജെ എസ് എന്ന് പറയുന്ന ഒരു ടേമിന് കോർണർ ഫ്രീക്വൻസീസ് ഉണ്ടാവില്ല. 1 പ്ലസ് 0.4 എസ് എന്ന് പറയുന്ന ടേം, അതായത് 1 പ്ലസ് 0.4 ജെ ഒമേഗ എന്ന് പറയുന്ന ടേം, എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ജെ ഒമേഗയുടെ ടേമിനോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോഎഫിഷ്യൻ, ഈ കോഎഫിഷ്യൻറ്റിൻ്റെ 1 ബൈ വാല്യൂ reciprocal of the coefficient of j omega term is the corner frequency. അപ്പോൾ omega c1 first corner frequency 1 by 0.4 കിട്ടും, ദാറ്റ് ഇസ് 2.5 റേഡിയൻ പെർ സെക്കൻഡ്. അതേപോലെ തന്നെ സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി രണ്ട് ടേം ഉണ്ട്, 1 പ്ലസ് 0.1 ജെ ഒമേഗ, ഇതിൽ 1 ബൈ 0.1 അതായത് 10 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ആ ടേബിൾ. ടേം, കോർണർ ഫ്രീക്വൻസി, സ്ലോപ്പ്, ടോട്ടൽ സ്ലോപ്പ്, ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ടോട്ടൽ സ്ലോപ്പ്. നിങ്ങൾ ഇവിടെ ഒരു കോളം കൂടെ വരയ്ക്കുക, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ കണ്ടുപിടിക്കുക. കറസ്പോണ്ടിങ് കോർണർ ഫ്രീക്വൻസീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇവിടെ എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ പ്ലോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ടേം ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ടേം കാണാം. ആദ്യത്തെ ടേം 10 ബൈ ജെ ഒമേഗ, 1 ബൈ 1 പ്ലസ് 0.4 ജെ ഒമേഗ, 1 ബൈ 1 പ്ലസ് 0.1 ജെ ഒമേഗ. അങ്ങനെയാണ് നമ്മൾ ടേംസുകൾ എടുക്കുക. ഇങ്ങനെ വരുന്ന കോൺസ്റ്റന്റ് ടേംസിന് നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കണം. സെക്കൻഡ് ടേം 1 ബൈ 1 പ്ലസ് 0.4 ജെ ഒമേഗ, തേർഡ് ടേം 1 ബൈ 1 പ്ലസ് 0.1 ജെ ഒമേഗ എന്ന് എഴുതുന്നു. കോർണർ ഫ്രീക്വൻസീസ്, ഫസ്റ്റ് ടേമിന് കോർണർ ഫ്രീക്വൻസീസ് ഇല്ല, 10 ബൈ ജെ ഒമേഗയ്ക്ക് കോർണർ ഫ്രീക്വൻസീസ് ഇല്ല. സെക്കൻഡ് ടേമിന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2.5, തേർഡ് വണ്ണിന് 10. ഇനി ഇവിടെ കോർണർ ഫ്രീക്വൻസീസ് എഴുതി ശ്രദ്ധിക്കണം, ഓരോ ടേമിനും കറസ്പോണ്ടിങ് കോർണർ ഫ്രീക്വൻസി എഴുതാം. കോർണർ ഫ്രീക്വൻസീസ് ഏത് ഓർഡറിൽ എഴുതണം, ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കാം. അതിനുശേഷം സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ വേണ്ടി ഇവിടെ ഈ ഒരു ചാർട്ട് നമ്മൾ പഠിക്കണം. ജെ ഒമേഗ ടേം ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് 20 ആണ്, ജെ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ സ്ലോപ്പ് 40 ആണ്, ജെ ഒമേഗ ക്യൂബ് ആണെങ്കിൽ സ്ലോപ്പ് 60, 1 ബൈ ജെ ഒമേഗ ആണെങ്കിൽ -20, 1 ബൈ ജെ ഒമേഗ സ്ക്വയർ -40, 1 ബൈ ജെ ഒമേഗ ക്യൂബ് -60. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം എന്താണ്, 1 ബൈ ജെ ഒമേഗ എന്ന് പറയുന്ന ടേമുകളാണ്. സോ എല്ലാത്തിൻ്റെയും സ്ലോപ്പ് -20. ടോട്ടൽ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്ലോപ്പ് പ്ലസ് പ്രീവിയസ് സ്ലോപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ലോപ്പ് 20, ഇതിന് പ്രീവിയസ് ഇല്ല. അടുത്തതിന് എന്ത് വരും, ഇവിടെ എഴുതണമെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ലോപ്പ് എന്താണ് 20, ഇതിനോട് കൂടി എന്ത് ചെയ്യണം, പ്രീവിയസ് സ്ലോപ്പ് എന്തായിരുന്നു -20 ആണ്. ഈ -20 പ്ലസ് -20 അതായത് -40. ഇനി ഈ -40 പ്ലസ് -20 പ്രീവിയസ് സ്ലോപ്പ് -40 പ്ലസ് -20 വിച്ച് ഇസ് ഈക്വൽ ടു -60 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഇനി ഈ ഓരോന്നിനും നമുക്ക് മാഗ്നിറ്റ്യൂഡ് വാല്യൂ, 3 ടേംസിനും നമുക്ക് മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി പഠിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേമിന് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും, എഴുതി വയ്ക്കുക, 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം എന്നാണ്. 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം എന്താണ്, 10 ബൈ ജെ ഒമേഗ. 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം അതായത് 20 ലോഗ് ഓഫ് 10 ബൈ ജെ ഒമേഗ. ജെയുടെ ടേം നമ്മൾ കൺസിഡർ ചെയ്യില്ല.
ഒമേഗയുടെ ടേമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒമേഗ നമുക്ക് ആദ്യത്തെ കേസിൽ ഇല്ല, കോർണർ ഫ്രീക്വൻസി ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു സെമി ലോ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.1 ആണ്. അതുകൊണ്ട് ഒമേഗയുടെ വാല്യൂ 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 40 dB കിട്ടും. അതായത് ഫസ്റ്റ് ടേം ഇവിടെ നമ്മൾ കോർണർ ഫ്രീക്വൻസി ഇല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.1 അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 40 ആണ്. അതായത് 0.1 കോർണർ ഫ്രീക്വൻസീസിൽ 40 dB മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നു. സെക്കൻഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 20 log ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. ഫസ്റ്റ് ടേമിൽ കോർണർ ഫ്രീക്വൻസീസ് എന്തെടുക്കും? ഒമേഗ എന്ന് പറയുന്നത് 20 log ഓഫ് ഫസ്റ്റ് ടേം, അതായത് ഇതാണ് ഫസ്റ്റ് ടേം, ഈ ടേം എടുക്കരുത്. 20 log ഓഫ് ഫസ്റ്റ് ടേം, 20 log ഓഫ് അതായത് സെക്കൻഡിൻ്റെ കോർണർ ഫ്രീക്വൻസീസ് സെക്കൻഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനും എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? 20 log ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം 10/j ഒമേഗയാണ്, മാറിപ്പോകരുത്. സോ 10 ഡിവൈഡഡ് ബൈ ഈ ഒമേഗയുടെ വാല്യൂ പക്ഷേ എന്തെടുക്കണം? 2.5 എടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 12 dB കിട്ടും. തേർഡ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ഓൺവേർഡ്സ് കാണാനുള്ള ഇക്വേഷൻ വേറെയാണ്. ഇക്വേഷൻ എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്തതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം. തേർഡ് ടേം ഓൺവേർഡ്സ് കാണാനുള്ള സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു ഒമേഗ C2, ഒമേഗ C1 നിന്ന് ഒമേഗ C2യിലേക്കുള്ള സ്ലോപ്പ് ഇൻറ്റു ലോഗ് ഒമേഗ C2 ബൈ ഒമേഗ C1 പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ C1. ഒന്നുകൂടി ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു ഒമേഗ C2 ഇൻറ്റു ലോഗ് ഒമേഗ C2 ബൈ ഒമേഗ C1 പ്ലസ് മാഗ്നിറ്റ്യൂഡ് അറ്റ് ഒമേഗ C1. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ നോക്കാം? ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് ഒമേഗ C1, 10 ആണ് ഒമേഗ C2. അപ്പോൾ ഒമേഗ C1ൽ നിന്ന് ഒമേഗ C2യിലേക്ക് വരുന്ന സ്ലോപ്പ് അതേതാണ്? -40. -40 ഇൻറ്റു ലോഗ് ഓഫ് ഒമേഗ C2 ബൈ ഒമേഗ C1 10/2.5 പ്ലസ് പ്രീവിയസ് മാഗ്നിറ്റ്യൂഡ് അറ്റ് ഒമേഗ C1. ഈ ഒമേഗ C1 ആണിത്. ഇതിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ദാറ്റ് ഈസ് 12 dB പ്ലസ് 12 dB. ഈ ഇക്വേഷൻ പഠിക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു -12.08 കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ടേംസുകൾ കഴിയുമെങ്കിലും ഒരു എൻ പോയിന്റ് നമ്മൾ അവസാനത്തെ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് തേർഡ് ടേം ഓൺവേർഡ്സ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുന്ന സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് കൂടെ കാണാൻ എന്ത് ചെയ്യും? നമുക്ക് കോർണർ ഫ്രീക്വൻസീസ് നമ്മുടെ കയ്യിലില്ല, പക്ഷേ നിങ്ങളൊരു 100 50 കൺസിഡർ ചെയ്യുക. 100 ആയാലും 50 ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് സ്ലോപ്പ്, അതായത് തൊട്ട് മുമ്പത്തെ സ്ലോപ്പ് എന്ത് വരും? -60 ഇൻറ്റു ലോഗ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കോർണർ ഫ്രീക്വൻസി 100 ഞാൻ അസ്യൂം ചെയ്തു. 100 ഡിവൈഡഡ് ബൈ തൊട്ട് മുമ്പത്തെ കോർണർ ഫ്രീക്വൻസി 10 പ്ലസ് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാഗ്നിറ്റ്യൂഡ് -12 dB. അപ്പോൾ 72 കിട്ടി. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ സെമി ലോ ഗ്രാഫിൽ വേണ്ടത് കോർണർ ഫ്രീക്വൻസീസും വേണം, മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് അല്ലെങ്കിൽ ഗെയിൻ വാല്യൂസും വേണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ 0.1 അസ്യൂം ചെയ്തു. 0.1ന് കറസ്പോണ്ടിങ് 40 dB, 2.5ന് കറസ്പോണ്ടിങ് 12 dB, 10ന് കറസ്പോണ്ടിങ് -12 dB, ദെൻ 100ന് കറസ്പോണ്ടിങ് -72 dB. സെമി ലോഗ് ഗ്രാഫ് എടുക്കുക. സെമി ലോഗർ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോഗറിതമിക് ഗ്രാഫാണ്. ഈ ലോഗറിതമിക് ഗ്രാഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതായത് ഒറ്റ ഷീറ്റായിട്ട് കാണിച്ചു തരാം. ഇത് ഒരു ഫുൾ ഗ്രാഫ് പേപ്പറിൽ ഒരു മിഡിൽ 0 dB വരുന്ന രീതിയിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണം. അതായത് ഏറ്റവും അവസാനത്തിന് 20 ഡിവിഷൻ വിട്ടിട്ട് -60 dBക്ക് ഒരു ലൈൻ വരയ്ക്കുക. അഗെയിൻ 20 ഡിവിഷൻ വിട്ടിട്ട് -40ൽ ഒരു -40, 20 dB കഴിയുമ്പോൾ -20, അഗെയിൻ 20 ഡിവിഷൻസ് കഴിയുമ്പോൾ 0 dB, 20 ഡിവിഷൻസ് കഴിയുമ്പോൾ 20 dB, 20 ഡിവിഷൻസ് കഴിയുമ്പോൾ 40, 60. അതായത് -60, -40 എല്ലാം എപ്പോഴും പ്ലോട്ടിൽ ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കുക. -60, -40, -20, 0, 20, 40, 60. അതായത് ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് 20 dB ആണ് ഡിവിഷൻ. അപ്പോൾ 20 dB ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 dB ആയിരിക്കും. അപ്പോൾ ഒറ്റ സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ യൂണിറ്റ് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പം എല്ലാ പ്രോബ്ലത്തിലും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ കോർണർ ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്യുന്നത്. കോർണർ ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 0.1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 0.1 റേഡിയൻ പെർ സെക്കൻഡ്, 0.2 റേഡിയൻ പെർ സെക്കൻഡ്, 0.3 റേഡിയൻ പെർ സെക്കൻഡ്, 0.4, 0.5, 0.6, 0.7, 0.8, 0.9 കഴിഞ്ഞാൽ 1 റേഡിയൻ പെർ സെക്കൻഡ്. 1 കഴിഞ്ഞാൽ സിൻസ് ഇറ്റ് ഈസ് എ ലോഗറിതമിക് സ്കെയിൽ, 1 കഴിഞ്ഞാൽ പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, അടുത്ത 1 എന്തായി മാറി? 10 ആയി മാറി. 10 കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകും? 20, 30, 40 അങ്ങനെ 100 വരെ പോകും. അങ്ങനെയാണ് നമ്മളുടെ ലോഗറിതമിക് ഗ്രാഫിൽ മാർക്ക് ചെയ്ത് പോകേണ്ടത്. അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആദ്യം കിട്ടിയ 0.1 ആണെങ്കിൽ എന്തായിരുന്നു വാല്യൂ കിട്ടിയത്? 40 dB ആയിരുന്നു, അത് മാർക്ക് ചെയ്തു. അടുത്ത എന്തായിരുന്നു? 2.5 2.5 കിട്ടിയ വാല്യൂസ് എന്തായിരുന്നു? 2.5 12 dB. ഇവിടെ മിഡിൽ 2.5 12 dB മാർക്ക് ചെയ്യുക. ദെൻ 10 എന്ത് കിട്ടി? -12 കിട്ടി. 10 -12 മാർക്ക് ചെയ്യുക. -12 ഏകദേശം ഇവിടെ വരും. 10ന്റെ ആക്സിസിൽ അത് മാർക്ക് ചെയ്യുക. 100 -72 കിട്ടി. 100 -72 കിട്ടി, അതും മാർക്ക് ചെയ്യുക. ഇതെല്ലാം കൂടി സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന് വേണ്ടിയിട്ട് കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക, ടേംസുകൾ എഴുതുക, ടേംസ് എഴുതിയതിന് ശേഷം സ്ലോപ്പ് എഴുതുക, ടോട്ടൽ സ്ലോപ്പ് കണ്ടുപിടിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു ടേബിൾ വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് വാല്യൂ മാർക്ക് ചെയ്യുക. ഫസ്റ്റിന് എങ്ങനെ കാണും? 20 log ഓഫ് ഫസ്റ്റ് ടേം ആണ്, അതിൽ ഒമേഗയുടെ വാല്യൂ 0.1 എപ്പോഴും ഫിക്സ്ഡ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇതാണ് 10/j⍵. ഓരോ ക്വസ്റ്റിനും അതിനനുസരിച്ച് മാറും. സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ 20 log ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. സെക്കൻഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നതും 20 log ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. ഒമേഗയുടെ വാല്യൂ 2.5. തേർഡിൻ്റെ ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ഓൺവേർഡ്സ് ആണ് എന്ത് വരുന്നത്? തൊട്ടുമുമ്പത്തെ ടോട്ടൽ സ്ലോപ്പ് ഇൻറ്റു ലോഗ് ഇപ്പോഴത്തെ കോർണർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ പ്രീവിയസ് കോർണർ ഫ്രീക്വൻസി പ്ലസ് പ്രീവിയസ് കിട്ടിയ മാഗ്നിറ്റ്യൂഡ് വാല്യൂ. അങ്ങനെ ചെയ്യാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് ഫേസ് പ്ലോട്ടാണ്. ഫേസ് പ്ലോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആംഗിൾ കണ്ടുപിടിക്കുക. ദെൻ സെമി ലോഗിൽ അത് പ്ലോട്ട് ചെയ്യാം. അതിന് വേണ്ടി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ആംഗിൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ എങ്ങനെ കാണും? ഫേസ് പ്ലോട്ടിന് നമ്മുടെ ക്വസ്റ്റ്യൻ നിന്ന് നമ്മൾ ആംഗിൾ എഴുതണം. ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു -90 ഡിഗ്രി. ഇതിനും നമുക്കൊരു ടേബിൾ പഠിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വിച്ച് ഇസ് 10 divided by j omega into 1 plus 0.4 j omega into 1 plus 0.1 j omega. ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? ആംഗിൾ എഴുതണം. ആദ്യം 10 by j omega എന്ന് പറയുന്നൊരു ടേം വരും. ദെൻ 1 by 1 plus 0.4 j omega, again 1 by 1 plus 0.4 j omega. ഇങ്ങനെ ഒരു ഇക്വേഷന് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് j omega ടേം ഉണ്ട് എങ്കിൽ j omega ടേമിൻ്റെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. j omega സ്ക്വയർ ടേം ആണെങ്കിൽ 180 ഡിഗ്രിയാണ്. j omega ക്യൂബ് ആണെങ്കിൽ 270 ആണ്. 1 by j omega ടേം ആണെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളത് 1 by j omega ടേം ആണ്. 1 by j omega -90 ആണ് ആംഗിൾ. 1 by j omega സ്ക്വയറിന് -180 ആണ്. ഇനി a plus ib ഫോം ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? tan inverse b by a എഴുതാം. ഇനി 1 by a plus ib ആണ് ഫോം എങ്കിലോ -tan inverse b by a എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ആംഗിൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം എന്തായിരുന്നു? 10 by j omega. 1 by j omegയുടെ ആംഗിൾ എന്താണ്? -90 ഡിഗ്രിയാണ്. മൈനസ് tan ഇൻവേഴ്സ് എന്ത് വരും? tan ഇൻവേഴ്സ് 0.4, അതായത് b by a 0.4 by 1 0.4 അത് മൈനസ് ടാൻ ഇൻവേഴ്സ് 0.1 ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് 0.1 ഒമേഗ. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? 1 by 1 plus 1 by a plus ib ഫോമാണ്. അപ്പം 1 by ആകുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് b by a. b എന്താണ്? 0.4, a എന്താണ്? 1 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ കിട്ടി. ഇനി ജസ്റ്റ് ഒരു 2 കോളമുള്ള ഒരു ടേബിൾ വരയ്ക്കുന്നു. ഒമേഗ ഡിഫറെൻറ്റ് ഒമേഗ എഴുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒമേഗ എഴുതാം. പറ്റുന്നത് നമ്മുടെ കോർണർ ഫ്രീക്വൻസീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒമേഗ എഴുതുക. കറസ്പോണ്ടിങ് ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ -90 മൈനസ് ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ചെയ്യാം. മൈനസ് ടാൻ ഇൻവേഴ്സ് 0.4 j omega മൈനസ് ടാൻ ഇൻവേഴ്സ് 0.1 j omega. അതായത് ഫസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ മാറ്റി കൊടുക്കുക. കറസ്പോണ്ടിങ് ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ഒമേഗ മാറ്റി കൊടുത്ത് ആൻസർ കിട്ടുക. ഇതെങ്ങനെ എഴുതുന്നു? നമ്മൾ റാൻഡമായിട്ട് എടുക്കുന്നതാണ്. മാക്സിമം 0.1 നമുക്ക് ഇപ്പോൾ ഉള്ള കോർണർ ഫ്രീക്വൻസീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത രീതിയിൽ ഒരു 8 വാല്യൂസ് എടുക്കുക. ഇനി ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ പ്ലോട്ടിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ 0 dB നമ്മൾ വരച്ചില്ല. 0 dBക്ക് നേരെ
റൈറ്റ് സൈഡിൽ -180 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. 0 dB ആണ്, അതായത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടാണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ എന്താണ് ഇത് ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 0 dB, അതായത് ഇതൊരു റെഫറൻസ് ലൈനായിട്ടാണ് എടുക്കുന്നത്. 0 dBക്ക് അതേ ലൈനിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, -180 എന്ന് എടുക്കുന്നു. ഇനി ഓരോ ഡിവിഷനും, അതായത് ഒരു ഡിവിഷനും നമ്മൾ ഈ മാർക്ക് ചെയ്ത ഒരു ഇതെന്ന് പറയുന്നത് 50 ഡിഗ്രി വെച്ചിട്ടാണ് വേരി ചെയ്ത് പോകുന്നത്. അതായത് ഒരു ഡിവിഷൻ 5 ഡിഗ്രി ഡിഫറൻസ് ആണ്. ഇവിടെ 10 ഡിവിഷൻ ആട്ടോ മാർക്ക് ചെയ്യുന്നത്. അതായത് 1 2 3 4 ഓരോ 10 ഡിവിഷനാണ് എന്തായിട്ട് മാർക്ക് ചെയ്തത്, -60. ഇത് 10 അല്ലേ, 1 2 3 4 5 7 8 9 10 10 ഡിവിഷനാണ് -20 dB. അപ്പോൾ ഒരു ഡിവിഷൻ, നേരത്തെ പറഞ്ഞ തെറ്റാണ്, ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എന്ത് വരും, 2 dB. ഒരു ഡിവിഷൻ 2 dB ശരി തന്നെയാണ്. ഇവിടെ 10 ഡിവിഷനാണ് -20 dB ഡിഫറൻസ് ഇട്ട് വരയ്ക്കുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ 10 ഡിവിഷൻ 50 ഡിഗ്രി ആയിട്ടാണ് മാറുന്നത്. അപ്പം 0 dBയിൽ -180 വരച്ചു കഴിഞ്ഞാൽ 50 കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതുക, 50 കൂട്ടിയും എഴുതുക. ഇനി വരയ്ക്കുക. 0.1 എന്ത് വരും, -92 ഡിഗ്രി വരും. ഡിഗ്രി ഇവിടെ നിന്ന് എടുക്കണം, 0.1 ഇതിൽ നിന്ന് എടുക്കണം, 0.1 ഈ ആക്സിസിൽ നിന്ന് എടുക്കണം. 0.1 കറസ്പോണ്ടിങ് -92, 0.1 കറസ്പോണ്ടിങ് -92 വരും. 0.1 കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് എന്ത് -92 വരും, അത് മാർക്ക് ചെയ്യാം, -92 മാർക്ക് ചെയ്തു. 1 കറസ്പോണ്ടിങ് -118, 1 ഇവിടെ അല്ലേ, 1 കറസ്പോണ്ടിങ് -118, -118 എവിടെ വരും, 80 85 90 95 100 105 110 ആ ഒരു ഏരിയയിൽ നോക്കി വരും. അത് മാർക്ക് ചെയ്യും. 1 കറസ്പോണ്ടിങ് ഇവിടെ മാർക്ക് ചെയ്യും. 1 കറസ്പോണ്ടിങ് -118 മാർക്ക് ചെയ്യാം. 2.5 കറസ്പോണ്ടിങ് -150, 2.5 ഇതിന് രണ്ടിനും മിഡിലായിട്ട് വരും, -150 ഇവിടെ ആയിട്ട് വരും. അങ്ങനെ ഇതൊരു കേവായിട്ട് വരച്ചു പോവാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് രണ്ടും രണ്ട് കളറിൽ വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക, മറ്റേതൊരു കേവായിട്ടും വരയ്ക്കുക. ഇതാണ് എന്ത് ബോഡെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ വരയ്ക്കണം, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും വരയ്ക്കണം. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. എന്താണ്, ഗെയിൻ ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഗെയിൻ ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസീസ് എന്ന് അറിയണം. The point where 0 dB line intersect the gain plot, the corresponding frequency value will be gain crossover frequency. The point where -180 degree line intersect the phase plot, the corresponding frequency will be phase plot. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് 0 dBയിൽ ഇവിടെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കറസ്പോണ്ടിങ് കോർണർ ഫ്രീക്വൻസി എന്താണ്, അതാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇനി ഫേസ് പ്ലോട്ട് -180 പാസ് ചെയ്ത് പോകുമ്പോൾ കോർണർ ഫ്രീക്വൻസി എന്താണ്, അതാണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഫേസിന് ക്രോസ് ചെയ്ത് പോകുന്ന ഫ്രീക്വൻസി കോർണർ ഫ്രീക്വൻസി. നമ്മുടെ ഇവിടുത്തെ കേസിൽ 0 dB -180 dB നമ്മൾ ഒറ്റ റെഫറൻസ് ലൈനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ റെഫറൻസ് ലൈനിലൂടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന കോർണർ ഫ്രീക്വൻസി എന്താണ്, നമ്മുടെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയും. അതേപോലെ ഫേസ് പ്ലോട്ട് ഈ റെഫറൻസ് ലൈനിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന കോർണർ ഫ്രീക്വൻസി ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയും എന്ന് എഴുതാം. അപ്പോൾ ഒറ്റ റെഫറൻസ് ലൈനിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, 0 dBക്ക് കറസ്പോണ്ടിങ് -180 എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ രണ്ടും എന്ത് തന്നെയാണ്, ഒറ്റ പോയിന്റിലാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 radian/second. ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് പാർട്ട് ഫൈൻഡ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. അതെന്ത് കിട്ടി, രണ്ടിൻ്റെ കേസിലും -5 radian/second ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബോഡെ പ്ലോട്ടും ഡ്രോ ചെയ്യണം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആൻഡ് ഓൾസോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഗെയിൻ മാർജിൻ ഫേസ് മാർജിനും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റവും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് g of s into h of s is equal to 20 divided by s into 1 plus s into 10 plus s ആണ്. ഇതിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. 1 plus ts എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം 1 plus ts ആണ് ഇത് പക്ഷേ 10 plus s ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് 10 ഔട്ട്സൈഡ് എടുത്തതിന് ശേഷം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. സ്റ്റാൻഡേർഡ് 10 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 20യും 10ഉം കട്ട് ചെയ്ത് പോയിട്ട് മുകളിൽ എന്തുണ്ടാവും, 2 എന്നുണ്ടാവും. 2 divided by j omega into 1 plus j omega into 1 plus j omega by 100. അതായത് എസിനെ കൺവേർട്ട് ചെയ്ത് s is equal to j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഗെയിൻ പ്ലോട്ടും വരയ്ക്കണം. ഗെയിൻ പ്ലോട്ടും ഫേസ് പ്ലോട്ടും പ്ലോട്ട് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ക്രോസ് ഓഫ് കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. കോർണർ ഫ്രീക്വൻസീസ് എങ്ങനെ കാണും, ഫസ്റ്റ് ടേം 1 ഡിവൈഡഡ് ബൈ 1, 1 ആണ് ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി. സെക്കൻഡ് എന്ത് വരും, 1 ബൈ 0.1 കിട്ടും. അതായത് ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് എന്താണ്, 0.1 ആണ്. അപ്പം 10 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ബൈ ജെ ഒമേഗ, ദെൻ 1 ബൈ 1 പ്ലസ് ജെ ഒമേഗ, ദെൻ 1 ബൈ 1 പ്ലസ് 0.1 ജെ ഒമേഗ. ഫസ്റ്റ് ടേമിന് കോർണർ ഫ്രീക്വൻസീസ് ഇല്ല, ഇതിൻ്റെ കോർണർ ഫ്രീക്വൻസി 1, 10. ഇൻക്രീസിങ് ഓർഡറിൽ വേണം കോർണർ ഫ്രീക്വൻസീസ് എഴുതാൻ. സ്ലോപ്പ് എല്ലാം 1 ബൈ ജെ ഒമേഗ ആയതുകൊണ്ട് -20 തന്നെയാണ് സ്ലോപ്പ്. ടോട്ടൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്യണം, 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം എടുക്കണം. അതിൽ ഒമേഗയുടെ വാല്യൂ 0.1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു വാല്യൂസ് കിട്ടുന്നത് എത്രയാണ്, 28 dB കിട്ടുന്നുണ്ട്. അടുത്തത് സെക്കൻഡ് ടേമിന് കണ്ടുപിടിക്കാനും എന്ത് തന്നെയാണ്, 20 ലോഗ് ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ ഒമേഗ മാത്രം എന്ത് വ്യത്യാസം വരും, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൂന്നാമത്തത് മുതൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രീവിയസ് സ്ലോപ്പ് ഇൻറ്റു ലോഗ് ഇപ്പോഴത്തെ ഡിവൈഡഡ് ബൈ പ്രീവിയസ് 1, 10 by 1 plus previous magnitude value, that is 6 dB, -36 കിട്ടുന്നു. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനും ഇതേ പ്രൊസീജിയർ തന്നെ, തൊട്ടും ലാസ്റ്റ് സ്ലോപ്പ് -60 ഇൻറ്റു ലോഗ്. നേരത്തെ കേസിൽ ഒരു എൻഡ് പോയിന്റ് എന്നുള്ള നിലയിൽ 100 എടുത്തു, ഇവിടെ 50 എടുത്തു എന്ന് മാത്രം. 50 ഡിവൈഡ് ബൈ 10 പ്ലസ് -36 പ്രീവിയസ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ കൂടെ ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും, അതുകൂടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യാം. അതായത് 0.1 എന്ന് പറയുന്ന ഒമേഗ സ്റ്റാർട്ടിംഗ് കോർണർ ഫ്രീക്വൻസി ഇല്ല, പക്ഷെ നമ്മൾ 0.1 എടുത്ത് 0.1 കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് എന്താണ് അത് മാർക്ക് ചെയ്യുക. 0.1 കറസ്പോണ്ടിങ് 28 മാഗ്നിറ്റ്യൂഡ്, ഇതാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. 28 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് മാർക്ക് ചെയ്തു. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 ആണ്, കോർണർ ഫ്രീക്വൻസി 1 ആണ്. 1ന് കറസ്പോണ്ടിങ് 6 dB, 10ന് കറസ്പോണ്ടിങ് -36 dB. 1ന് കറസ്പോണ്ടിങ് 6 dB, 6 dB എവിടെ വരും, 6 dB. 10ന് കറസ്പോണ്ടിങ് ഇതാണ് 10, 10ന് കറസ്പോണ്ടിങ് 36 dB. അങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം ഫേസ് പ്ലോട്ട് ചെയ്യണം. ഫേസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിനൊരു ആംഗിൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ആംഗിൾ എങ്ങനെ കാണും, 2 ബൈ ജെ ഒമേഗ ടേം, 1 ബൈ ജെ ഒമേഗ ടേം വന്നതുകൊണ്ട് -90, 1 ബൈ 1 പ്ലസ് ജെ ഒമേഗ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഒമേഗ -ടാൻ ഇൻവേഴ്സ് ഒമേഗ -ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 10 അല്ലെങ്കിൽ 0.1 ഒമേഗ. ഒമേഗയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക, ഇൻക്ലൂഡിങ് കോർണർ ഫ്രീക്വൻസീസ് 1ഉം 10ഉം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ. 10 എടുത്തിട്ടില്ല എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വരുന്ന രീതിയിൽ കോർണർ ഫ്രീക്വൻസീസ് ഒരു 8 കോർണർ ഫ്രീക്വൻസീസ് കൊടുക്കുക, കറസ്പോണ്ടിങ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക, മാർക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ 0 dBക്ക് കറസ്പോണ്ടിങ് -180 ആണ്. 10 ഡിവിഷൻ ഇട്ടിട്ട് 20 dB ഡിഫറൻസിൽ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ 50 ഡിഗ്രി ഡിഫറൻസിൽ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിലെ ഫേസ് ആണ്, അതിന് ഡിഗ്രിയിലാണ്. ഇത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടാണ്, അത് പറഞ്ഞാൽ അത് dBയിലാണ്. അത്രയാണ് ഓർക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഗെയിൻ ആൻഡ് ഫേസ് ക്രോസ് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കാണും, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് 0 dBയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ റെഫറൻസിലൂടെ പോകുമ്പോൾ വരുന്ന കറസ്പോണ്ടിങ് കോർണർ ഫ്രീക്വൻസി. ഇവിടെ എന്താ കിട്ടുന്നത്, 1.4 radian/second ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫേസ് പ്ലോട്ട്. ഫേസ് പ്ലോട്ട് റെഫറൻസ് ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ -180 പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോർണർ ഫ്രീക്വൻസി എന്താണ്, ഫേസ് ക്രോസ് ഓഫ് ഫ്രീക്വൻസി ആണ് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്തു. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഗെയിൻ മാർജിനും ഫേസ് മാർജിനും ഉണ്ടാവും. അപ്പോൾ ഗെയിൻ മാർജിൻ ഫേസ് മാർജിനും കൂടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിൻ മാർജിൻ എങ്ങനെയാണ് കാണുന്നത്, ദ ലൈൻ പ്ലോട്ട് ഫ്രം ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി ടു ദ ഫേസ് പ്ലോട്ട് ഈസ് കോൾഡ് ഫേസ് മാർജിൻ. അതേപോലെ ലൈൻ പ്ലോട്ട് ഫ്രം ഫേസ് ക്രോസ് ഓഫ് ഫ്രീക്വൻസി ടു ദ ഗെയിൻ പ്ലോട്ട് ഈസ് കോൾഡ് ഗെയിൻ മാർജിൻ. ഇല്ലെങ്കിൽ എങ്ങനെ പറയാം, ഡ്യൂറിങ് ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി നടക്കുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് വിത്ത് 0 dB, അതാണ് എന്ത്, ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. ഇനി ഡ്യൂറിങ് ഫേസ് ക്രോസ് ഓഫ് ഫ്രീക്വൻസി നടക്കുന്ന സമയത്ത് ഫേസ് ഹാവിങ് ദ ഡിഫറൻസ് വിത്ത് -180 ഡിഗ്രി, അതാണ് എന്ത്, ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ആവണ്ട. ഫസ്റ്റ് നമുക്ക് ഫേസ് മാർജിൻ എന്താണെന്ന് നോക്കാം. ഫേസ് മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ 0 dBയിൽ ടച്ച് ചെയ്യുമ്പോൾ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക.
ഫേസിലേക്കാണ് ലൈൻ വരയ്ക്കുന്നത് കൊണ്ട് അതെന്താണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇത് എത്ര ഡിവിഷൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എത്ര ഡിവിഷൻ ഉണ്ട്? 1 2 3 4 5 6 6 ഇൻറ്റു ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണല്ലോ, ഫേസ് മാർജിൻ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫേസിൽ എത്ര, ഒരു ഡിവിഷൻ എത്ര ഡിഗ്രി ആയിരുന്നു? 5 ഡിഗ്രി. അപ്പോൾ 6 ഇൻറ്റു 5 ഡിഗ്രി 30 ആണ് എന്ത്? ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. ഇനി ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫേസ് പ്ലോട്ട് 0 ഡിഗ്രി dB അല്ലെങ്കിൽ മൈനസ് റെഫറൻസ് ലൈനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ മാഗ്നിറ്റ്യൂഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്ലോട്ട് വരയ്ക്കുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡിലേക്കാണല്ലോ പ്ലോട്ട് വരച്ചിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡിലേക്കാണ് നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഗെയിൻ മാർജിൻ ആണ്. അല്ലെങ്കിൽ ഗെയിൻ പ്ലോട്ടിലേക്ക് വരച്ചതുകൊണ്ട് അത് ഗെയിൻ മാർജിൻ ആണ്. അപ്പോൾ ഈ ഡിവിഷൻ ഈ ഡിവിഷൻ എത്ര കിട്ടുന്നു? 7 ഇൻറ്റു ഗെയിൻ മാർജിൻ ആണെങ്കിൽ ഓരോ ഡിവിഷൻ എത്ര dB? 2 dB. സോ 7 ഇൻറ്റു 2 dB, ദാറ്റ് ഈസ് 14 dB. അതാണ് ഗെയിൻ മാർജിൻ. അപ്പോൾ ഫേസ് മാർജിനും ഗെയിൻ മാർജിനും കണ്ടുപിടിക്കുന്നു. അതായത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് 0ൽ ടച്ച് ചെയ്യുമ്പോൾ ഫേസിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അപ്പോൾ ഫേസ് മാർജിൻ ആണ് അത്. ഏതിലേക്കാണോ വരയ്ക്കുന്നത് അതിൻ്റെ മാർജിനാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫേസ് മാർജിനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഡിവിഷൻ ഇൻറ്റു 5 ഡിഗ്രി ചെയ്യണം. ഫേസ് പ്ലോട്ട് റെഫറൻസ് ലൈനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്കാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഗെയിൻ മാർജിനാണ് അവിടെ കിട്ടുക. അപ്പോൾ ഈ ഡിവിഷൻ ഇൻറ്റു ഗെയിൻ മാർജിൻ ആയതുകൊണ്ട് തന്നെ ഗെയിനിലെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 dB ഡിവിഷനാണ്. സോ 14 dB എന്ന് കിട്ടുന്നു. ക്വസ്റ്റ്യനിൽ ഒരു ഇത് കൂടെ ചോദിച്ചായിരുന്നു. ആൻഡ് ഓൾസോ അനലൈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ദെൻ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഇവിടെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണ്? 1.4 ആണ്. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണ്? 3.3 ആണ്. ഇത് ലെസ് ആണല്ലോ. therefore we can say that our system is stable. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്കുക, ഡൗട്ടുള്ളവർ ചോദിക്കാം.